This is the future. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു മോഹം ഒലിച്ചു പുതിയൊരു പെറ്റിനെ വാങ്ങിക്കണമെന്ന്. അങ്ങനെ കയറി ചെന്നത് ഒരു പാമ്പിൻ്റെ മടയിൽ. അവിടെ ഇല്ലാത്ത ടൈപ്പ് പാമ്പുകളില്ല. പിന്നെ അടിപൊളി നല്ല ജാപ്പനീസ് കോയി ഫിഷ് ഉണ്ട്. പിന്നെ നല്ല ഗ്രേ പാരറ്റ് ഉണ്ട്. ഗ്രേ പാരറ്റ് എന്നോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഗ്രേ പാരറ്റ്. ഇതൊക്കെ നല്ല അക്യൂറിയത്തിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ടാങ്കാണ്. ഇവനെ അറിയാമല്ലോ, ഇവൻ ഭയങ്കര കമ്പനി അടിക്കുന്ന ഒരു ഫിഷാണ്. ഇവൻ്റെ പേരെനിക്ക് ആക്ച്വലി മറന്നുപോയി, എനിക്കറിയാമായിരുന്നു. പക്ഷേ നല്ലൊരു ഫിഷായിരുന്നത്. അവസാനം സ്നേക്കിനെയൊക്കെ നോക്കിയിട്ട് ഇവൻ ഈ ഷുഗർ ഗ്ലൈഡ് ഇവൻ ഇങ്ങനെ കയ്യിൽ കയറി ഇങ്ങനെ പറ്റി. ഇവൻ ഭയങ്കര പേര് പോലെ തന്നെ ഭയങ്കര ഷുഗർ പോലെ ഉണ്ടായിരുന്നു. അവനെ തൊടുമ്പോൾ ഭയങ്കര രസം വരുന്നത്. എന്തായിരുന്നാലും യവനെ സെലക്ട് ചെയ്തു. ഓൾമോസ്റ്റ് വിലയൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എത്ര രൂപ ഉണ്ട്? ഞാനിതിന് 9500 കൊടുത്തത്. അത് പ്രോപ്പറായിട്ടുള്ള വില തന്നെയാണോ? പിന്നെ അതുപോലെ നല്ല എമു ഉണ്ട്. പിന്നെ അതുപോലെ ഈ സാധനം ഉണ്ട്. ഓക്കെ, 2 ബിഗ് വൺ ഡ്രാഗൺ പോലുണ്ട്. പിന്നെ നല്ല മുയലുണ്ട്. പിന്നെ അതുപോലെ ഒരു ഏഷ്യൻ കേറ്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു രക്ഷയില്ലാത്ത ഒരു വലിയൊരു ഫിഷ്. ഈ ഫിഷിന് എന്തോ ഒരു പേര് പറയുമല്ലോ, ഞാൻ മറന്നുപോയി. ഓക്കെ, ഈ ഫിഷിൻ്റെ പേരും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ അതായത് ഈ ആമ ഉണ്ടാകും, ഭയങ്കര രസമുള്ള ആമക്കുഞ്ഞുങ്ങളൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പറായിരുന്നു. ഇത് നല്ല സൈസ് വയ്ക്കും എന്നാണ് പറയുന്നത്. ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്കും നല്ല സൈസ് വയ്ക്കും എന്നാണ് പറയുന്നത്. ഇതെല്ലാം ലൈസൻസ്ഡായിട്ടുള്ള പെറ്റാണ് കേട്ടോ. വരുന്നത് നമ്മുടെ അന്വേഷിച്ച് പോയ സാധനങ്ങളിൽപ്പെട്ടത്. ഇതൊരു പൈത്തനാണ്. യവൻ കുറച്ച് ഹൈപ്പർ കൂടിയ പൈത്തൻ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ബൈറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ. അപ്പം അത്യാവശ്യം 7 അടിയോളം സൈസ് വയ്ക്കും എന്നൊക്കെയാണ് പയ്യൻ പറയുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ജംഗിൾ ബുക്ക് സിനിമയിലെ ഇല്ലേ, ആ ഒരു ഹെഡ് കട്ടൊക്കെ ഉണ്ടല്ലേ, ഇത് അടുത്തൊരു പൈത്തനാണ്. ഇവനും അത്യാവശ്യം നല്ല സൈസുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പാമ്പിനെ തൊടുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പാമ്പിനെ തൊട്ടു, കയ്യിലെടുത്തു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്കിലും ഒരുപാട് നേരം ഒന്നും എടുത്തുകൊണ്ട് നിന്നില്ല, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇവൻ കണ്ടു, ഇവൻ ബട്ടർഫ്ലൈ ഡിസൈനൊക്കെ ഉള്ളൊരു പൈത്തനാണ്. ഏകദേശം അവൻ്റെ വില എത്രയെന്നറിയോ? ഇവന് 3.5 ലക്ഷം രൂപ അടുപ്പിച്ച് വിലയുള്ള ഒരു സാധനമാണ്. അവൻ നല്ല സൈസ് വയ്ക്കും എന്നാണ് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓക്കെ, അടിപൊളി. അടുത്ത പൈത്തൻ. യവനും അത്യാവശ്യം 2.5 ലക്ഷം രൂപ വിലയുള്ള ഒരു പൈത്തനാണ്. അപ്പം പാമ്പിനെയൊക്കെ അങ്ങനെ പെറ്റായിട്ട് വളർത്തുന്ന ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ഏതൊക്കെ ടൈപ്പാണ്, എത്രയൊക്കെ വിലയുണ്ടെന്നൊക്കെ. ഈ പെറ്റ് ഷോപ്പ് വരുന്നത് വർക്കലയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ എൻ്റെ ഫ്രണ്ടിനൊരു ഷൂ ഗ്ലൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവസാനം ഒരു ഷൂ ഗ്ലൈഡ് എടുത്തു, കുറച്ച് പാമ്പിനെയൊക്കെ കണ്ടു. പിന്നെ അവിടുത്തെ മെക്കാവോ അതുപോലെ തന്നെ കുറച്ച് അനിമൽസിനെയൊക്കെ കണ്ടു. എല്ലാം അടിപൊളിയായിരുന്നു. പെറ്റ്സ് സ്നേഹികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഇന്നും മാർജാരവർഗത്തിൽ പെടുന്നതിന് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. നമ്മുടേത് പൂച്ച തന്നെയാണ്. പൂച്ച വിട്ടിട്ടൊരു കളിയില്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സന്തോഷമുണ്ടെന്നല്ലാതെ വളർത്താനുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ. Evolution.